Hello friends, welcome to Declan DP. This video we will look at 5 കിടിലം AI വെബ്സൈറ്റുകളാണ്. നിങ്ങൾക്ക് ഈ 5 AI വെബ്സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് മാത്രമല്ല കുറച്ചൊന്ന് ബ്രെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം സമ്പാദിക്കാനായിട്ട് ഈ വെബ്സൈറ്റുകൾ വഴി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വെബ്സൈറ്റ് എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന AI വെബ്സൈറ്റുകളിലെല്ലാം മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. അത് വിറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വെബ്സൈറ്റിന്റെ പേര് hotpot.ai എന്നാണ്. ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടേൺ ഇമാജിനേഷൻ ടു ആർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് freelancer.com അല്ലെങ്കിൽ അപ്വർക്ക് അല്ലെങ്കിൽ ഫൈവർ എന്ന് പറയുന്ന ഓൺലൈൻ വെബ്സൈറ്റുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരുപാട് ജോബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് ഈ ഒരു AI വെബ്സൈറ്റ് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ആ ഒരു ഫ്രീലാൻസറോ അല്ലെങ്കിൽ അപ്വർക്കിലോ അല്ലെങ്കിൽ ഫൈവറിലൊക്കെ വിറ്റിട്ട് കാശ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു താഴെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഇവിടെ വാട്ട് ഷുഡ് AI ഡ്രോ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫോട്ടോയാണ് വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ വർക്കിനനുസരിച്ചുള്ള ഫോട്ടോ എന്താണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ബേബി ഡ്രിങ്ക് കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇൻപുട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സ്റ്റൈൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. ആ ഒരു ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ആ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ബേബി ഡ്രിങ്ക് കൂൾ ഡ്രിങ്ക്സ് എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അതിനനുസരിച്ചുള്ള ഒരു ഫോട്ടോ ഇവിടെ AI തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, റീസൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോ സേവ് ചെയ്തിട്ട് നമുക്ക് വിൽക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല AI നിർമ്മിതമായിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തത് copy.ai എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിനകത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് താഴെ ഇവിടെ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇമെയിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സെയിൽ ഇമെയിൽ, അതുപോലെ തന്നെ പേഴ്സണൽ ബയോഡേറ്റ, എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം തൊട്ട് താഴെ തന്നെ വാട്ട് ആർ ദ മെയിൻ പോയിന്റ് യു വാണ്ട് ടു കവർ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഐഡിയ പ്രകാരം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. Who is Sachin Tendulkar? ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹു ഈസ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രിക്കറ്റർ എന്ന് മാത്രം കൊടുക്കുകയാണ്. അതിനുശേഷം ക്രിയേറ്റ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്രണ്ട്ലി എന്ന് കിടക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റർ ഫ്രോം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ വേറെയും 2-3 കുറേ ആർട്ടിക്കിൾ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ടൈറ്റിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടന്റ് AI തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. മൂന്നാമത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. beatoven.ai എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂസിക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് തന്നെ ന്യൂ ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സോങ്ങിന്റെ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ടെമ്പോ സ്ലോ വേണോ, മീഡിയം വേണോ, ഫാസ്റ്റ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്താണ് ഇതിന്റെ കാറ്റഗറി ചോദിക്കുന്നത്. ആംബിയൻ ടൈപ്പ് വേണോ, അല്ലെങ്കിൽ സിനിമാറ്റിക് വേണോ, ഇന്ത്യൻ ടൈപ്പ് വേണോ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേണോ, ഹിപ്പ് ഹോപ്പ് വേണോ എന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഹിപ്പ് ഹോപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം അപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, ഹിപ്പ് ഹോപ്പ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടൈപ്പ് എങ്ങനെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മോട്ടിവേഷണൽ ആയിട്ടുള്ള സോങ് വേണോ, അല്ലെങ്കിൽ ആംഗ്രി ആയിട്ടുള്ള വേണോ, ഹാപ്പി ആയിട്ടുള്ള വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹാപ്പി കൊടുത്തതിന് ശേഷം ഞാൻ അപ്ലൈ കൊടുക്കുകയാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാക്ക് ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ട്രാക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഒരു ട്രാക്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഡൗൺലോഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് .wav ഫോർമാറ്റിൽ എടുക്കാം. അതുപോലെ തന്നെ MP3 ഫോർമാറ്റിലും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നാലാമത്തെ വെബ്സൈറ്റിന്റെ പേര് brandmark.io എന്നാണ്. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രാൻഡ് ലോഗോസ് ഒക്കെ ഫ്രീ ആയിട്ട് AI സഹായത്തോടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് ക്രിയേറ്റ് മൈ ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രാൻഡ് നെയിം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്ലോഗൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബ്രാൻഡിൻ്റെ ഒരു കീവേഡ്സ് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ എന്താണോ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ യൂട്യൂബ് ചാനലെന്ന് മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ലോഗോ ജനറേറ്റ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൻ്റെ പേരിലുള്ള ഒരുപാട് ലോഗോസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിന്ന് പരിചയപ്പെടുത്തിയ എല്ലാ വെബ്സൈറ്റുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ്. ഓക്കെ, നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് പ്രൊഫൈൽ പിക് മേക്കർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിലുള്ള DPs ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഇതിനകത്ത് ജനറേറ്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഫോട്ടോസ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ആയിട്ട് ഒരുപാട് ഫോട്ടോസ് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഫോട്ടോ നല്ലപോലെ ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫോട്ടോസ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഫേസ്ബുക്കിലേക്ക് DP ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ലൊരു വീഡിയോയുമായി കാണാൻ അതുവരെയും